In the two pictures below, the first one shows two triangles formed by joining the ends of a line to 2 points above it. The second one shows the quadrilateral formed by joining the midpoints of the left and right sides of these triangles. Question 1. Prove that this quadrilateral is a parallelogram. അതായത് താഴെ രണ്ട് പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഈ പിക്ചേഴ്സിൽ ഒരു ലൈൻ ഉണ്ട്. ആ ലൈനിൻ്റെ മുകളിൽ 2 പോയിൻറ്റ്സ് ഉണ്ട്. ഈ 2 പോയിൻറ്റ്സും ഈ ലൈനിൻ്റെ എൻഡിലേക്ക് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഈ ജോയിൻ ചെയ്ത ലൈൻസിൻ്റെ മിഡ് പോയിൻറ്റ്സ് ഒക്കെ ജോയിൻ ചെയ്യുമ്പോൾ ഒരു ക്വാഡ്രിലാറ്ററൽ ഫോം ചെയ്യുന്നുണ്ട് ഗ്രീൻ കളറിൽ. ഈ ക്വാഡ്രിലാറ്ററൽ എന്താണ്, ഒരു പാരലലോഗ്രാം ആണെന്ന് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ആദ്യം നമുക്കിതിനെ ABC നെയിം ചെയ്യാം. നമുക്കറിയാം, ഇൻ എനി ട്രയാങ്കിൾ the lines joining midpoints of two sides are parallel to third side and equal to half of the third side. അതായത് ഒരു ട്രയാങ്കിളിലെ രണ്ട് സൈഡ്സിൻ്റെ മിഡ് പോയിൻറ്റ്സ് ജോയിൻ ചെയ്ത ലൈനില്ലേ, ആ ലൈന് തേർഡ് സൈഡുമായിട്ട് പാരലലും ആയിരിക്കും, കൂടാതെ തേർഡ് സൈഡിൻ്റെ ഹാഫുമായിരിക്കും. അങ്ങനെയാണെങ്കിൽ ട്രയാങ്കിൾ ADB ഒന്ന് നോക്കൂ. ഈ ട്രയാങ്കിൾ ADBയിലെ GH എന്ന ലൈൻ ഉണ്ടല്ലേ, G എന്ന് പറയുന്നത് ADയുടെ മിഡ് പോയിൻ്റ് ആണ്, H എന്ന് പറയുന്നത് DBയുടെ മിഡ് പോയിൻ്റ് ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് അല്ലേ. ക്വസ്റ്റ്യൻ വായിച്ച് നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ ഈ രണ്ട് മിഡ് പോയിൻറ്റ്സും സൈഡ്സിൻ്റെയും മിഡ് പോയിൻറ്റ്സ് ജോയിൻ ചെയ്യുന്ന ലൈനാണ് എന്ത്, GH. സോ ഈ GH തേർഡ് സൈഡായ ABക്ക് പാരലലായിരിക്കും, കൂടാതെ ABയുടെ ഹാഫുമായിരിക്കും. അതേപോലെ ട്രയാങ്കിൾ ACB ഒന്ന് നോക്കൂ. ഈ ട്രയാങ്കിളിൽ E എന്ന് പറയുന്നത് AC എന്ന സൈഡിൻ്റെ മിഡ് പോയിൻ്റ് ആണ്, F എന്ന് പറയുന്നത് BC എന്ന സൈഡിൻ്റെ മിഡ് പോയിൻ്റ് ആണ് എന്ന് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് മിഡ് പോയിൻറ്റ്സ് ജോയിൻ ചെയ്യുന്ന ലൈനാണ് എന്ത്, EF അല്ലേ. അപ്പോൾ ഈ EF എന്തിന് പാരലലായിരിക്കും, തേർഡ് സൈഡായ ABക്ക് പാരലലായിരിക്കും, കൂടാതെ ABയുടെ ഹാഫുമായിരിക്കും. ആദ്യത്തേന് നമുക്ക് ഇക്വേഷൻ 1 എന്ന് കൊടുക്കാം, രണ്ടാമത്തേന് ഇക്വേഷൻ 2 എന്ന് കൊടുക്കാം. ഇനി നമുക്ക് ട്രയാങ്കിൾ ACD ഒന്ന് നോക്കാം. അതിനു വേണ്ടി സിയും ഡിയും ജോയിൻ ചെയ്യണം. ഈ ട്രയാങ്കിളിൽ E എന്ന് പറയുന്നത് ACയുടെ മിഡ് പോയിൻ്റ് ആണ്, G എന്ന് പറയുന്നത് ADയുടെ മിഡ് പോയിൻ്റ് ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ട്രയാങ്കിൾ ACDയിലെ രണ്ട് സൈഡ്സിൻ്റെ മിഡ് പോയിൻറ്റ്സ് തമ്മിൽ ജോയിൻ ചെയ്യുന്ന ലൈനാണ് എന്ത്, EG. സോ EG എന്തായിരിക്കും, EG തേർഡ് സൈഡായ CDക്ക് പാരലലുമായിരിക്കും, അതേപോലെ CDയുടെ ഹാഫുമായിരിക്കും. ഇതിന് ഇക്വേഷൻ 3 എന്ന് കൊടുക്കാം. ഇനി നമുക്ക് ട്രയാങ്കിൾ BCD ഒന്ന് നോക്കാം. ഈ ട്രയാങ്കിളിൽ BCയുടെ മിഡ് പോയിൻ്റ് ആണ് F, അതേപോലെ BDയുടെ മിഡ് പോയിൻ്റ് ആണ് H എന്ന് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ HF എന്ന ലൈൻ എന്ന് പറഞ്ഞാൽ ഈ രണ്ട് മിഡ് പോയിൻറ്റ്സ് ജോയിൻ ചെയ്യുന്ന ലൈനാണല്ലേ. സോ ഈ HF എന്ന ലൈന് എന്തിനു പാരലലായിരിക്കും, CDക്ക് പാരലലും ആയിരിക്കും, അതേപോലെ CDയുടെ ഹാഫുമായിരിക്കും. ഇക്വേഷൻ 1 എന്താ പറയുന്നത്, GH ഈസ് പാരലൽ ടു AB അല്ലേ. ഇക്വേഷൻ 2 എന്ത് പറയുന്നു, EF ഈസ് പാരലൽ ടു AB അല്ലേ. GHും ABക്ക് പാരലലാണ്, അതേപോലെ EFും ABക്ക് പാരലലാണ്. അതിനർത്ഥം എന്താണ്, GHും EFും പാരലലാണ് അല്ലേ. സോ ഫ്രം ഇക്വേഷൻ 1 and 2 we have GH ഈസ് പാരലൽ ടു EF. അതേപോലെ ഇക്വേഷൻ 3 പറയുന്നു EG ഈസ് പാരലൽ ടു CD. ഇക്വേഷൻ 4 പറയുന്നു HF ഈസ് പാരലൽ ടു CD. അതായത് EGയും CDക്ക് പാരലലാണ്, HFും CDക്ക് പാരലലാണ്. അതിനർത്ഥം എന്താണ്, EGയും HFും എന്താണ്, പാരലലാണ്. സോ ഫ്രം ഇക്വേഷൻ 3 and 4 we have EG ഈസ് പാരലൽ ടു HF. അപ്പോൾ നമുക്ക് എന്താണ് കിട്ടിയത്, GHും EFും പാരലലാണ്.
അതേപോലെ മറ്റെന്ത് കിട്ടി, ഇ ജിയും എച്ച് എഫും പാരലലാണ്. അതിനർത്ഥം എന്താണ്, ക്വാഡ്രിലാറ്ററൽ ഇ ജി എച്ച് എഫ് എന്താണ്, ഒരു പാരലോഗ്രാമാണ്. കാരണം അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സ് എന്താണ്, പാരലലാണ്. സോ ക്വാഡ്രിലാറ്ററൽ ഇ ജി എച്ച് എഫ് ഈസ് എ പാരലോഗ്രാം ബിക്കോസ് ഇറ്റ്സ് ഓപ്പോസിറ്റ് സൈഡ്സ് ആർ പാരലൽ. Second question, describe the positions of the points on top for this quadrilateral to be a rhombus, B rectangle, C square. അതായത് ഈ രണ്ട് പോയിൻറ്റ്സ് ഇല്ലേ, അതായത് സിയും ഡിയും, ഈ സിയുടെയും ഡിയുടെയും പൊസിഷൻ മാറ്റുമ്പോൾ ഈ ക്വാഡ്രിലാറ്ററൽ ഇ ജി എച്ച് എഫ് ഇല്ലേ, അത് ഒരു റോംബസ് ആവണമെങ്കിൽ സിയുടെയും ഡിയുടെയും പൊസിഷൻ എവിടെയാവണം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതേപോലെ റെക്റ്റാങ്കിൾ ആവണമെങ്കിൽ സിയുടെയും ഡിയുടെയും പൊസിഷൻ കണ്ടുപിടിക്കണം. അതേപോലെ സ്ക്വയർ ആണെങ്കിലും സിയുടെയും ഡിയുടെയും പൊസിഷൻ കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ ആദ്യം നമുക്ക് റോംബസിൻ്റെ കേസ് നോക്കാം. റോംബസ് ആവണമെങ്കിൽ സിയുടെയും ഡിയുടെയും പൊസിഷൻ എവിടെയാണെന്ന് കണ്ടുപിടിക്കണം. റോംബസിൻ്റെ പ്രത്യേകത എന്താണ്, എല്ലാ സൈഡ്സും ഈക്വൽ ആവണം അല്ലേ. അതേപോലെ ഓപ്പോസിറ്റ് സൈഡ്സ് പാരലലും ആവണം. ഓപ്പോസിറ്റ് സൈഡ്സ് പാരലലാണ് നമ്മൾ കണ്ടു, കാരണം ഇതൊരു പാരലലോഗ്രാമാണ്, അതുകൊണ്ട് ഓപ്പോസിറ്റ് സൈഡ്സ് പാരലലാണ്. ഇനി എന്താണ്, എല്ലാ സൈഡ്സും ഈക്വലും കൂടി ആണെങ്കിൽ അത് റോംബസ് ആവുള്ളൂ അല്ലേ. അപ്പോൾ ഈ പാരലലോഗ്രാമിൻ്റെ സൈഡ്സ് ഏതൊക്കെയാണ്, ഇ ജി, ജി എച്ച്, എച്ച് എഫ്, ഇ എഫ് അല്ലേ. അപ്പോൾ ഇതൊക്കെ തമ്മിൽ ഈക്വൽ ആണെങ്കിൽ എന്താവും, റോംബസ് ആവും അല്ലേ. റോംബസിൻ്റെ സൈഡ്സ് ഏതൊക്കെയാണ്, ഇ ജി എച്ച് എഫ് എന്ന ക്വാഡ്രിലാറ്ററലിൻ്റെ സൈഡ്സ് ഇ ജി, ജി എച്ച്, എച്ച് എഫ്, ഇ എഫ് ആണ് അല്ലേ. അപ്പോൾ ഇതൊക്കെ ഈക്വൽ ആവണം. ഇ ജി എന്ന് പറയുന്നത് എത്രയാണ്, നമ്മൾ കണ്ടു ഇക്വേഷൻ 3 എന്താണ്, ഇ ജി എന്ന് പറയുന്നത് ഹാഫ് ഇൻറ്റു സി ഡി ആണ് അല്ലേ. അതേപോലെ പിന്നെ ഏതാണ്, ജി എച്ച് എന്ന് പറയുന്നത് എന്താണ്, ജി എച്ച് പറയുന്നത് ഹാഫ് ഇൻറ്റു എ ബി ആണ്. എച്ച് എഫ് എന്ന് പറയുന്നത് ഹാഫ് ഇൻറ്റു സി ഡി ആണ്. ഇ എഫ് എന്ന് പറയുന്നതോ ഹാഫ് ഇൻറ്റു എ ബി ആണ് അല്ലേ. അപ്പോൾ ഈ എല്ലാ സൈഡ്സും ഇ ജിയും ജി എച്ചും എച്ച് എഫും ഇ എഫും ഒക്കെ ഈക്വൽ ആവണമെങ്കിൽ എന്താണ്, എല്ലാത്തിലും കോമൺ ഹാഫ് ഉണ്ട്, പിന്നെ ചേഞ്ച് ഉള്ളത് സി ഡി എ ബി ആണ് അല്ലേ. അപ്പോൾ സി ഡിയും എ ബിയും ഈക്വൽ ആണെങ്കിലാണ് എന്ത്, ഇ ജിയും ജി എച്ചും എച്ച് എഫും ഇ എഫും ഒക്കെ ഈക്വൽ ആവുള്ളൂ. സോ ഇതിൽ നമുക്ക് എന്തോ മനസ്സിലാക്കാം, ഇ ജിയും ജി എച്ചും എച്ച് എഫും ഇ എഫും ഒക്കെ ഈക്വൽ ആവണമെങ്കിൽ എന്താവണം, സി ഡിയും എ ബിയും എന്താണ്, ഈക്വൽ ആവണം അല്ലേ. സോ to make EGHF a rhombus, CD should be equal to AB. സി ഡി എന്ന് പറയുന്നത് എന്താണ്, ഈ രണ്ട് പോയിൻറ്റ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് അല്ലേ. ആ രണ്ട് പോയിൻറ്റ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്താവണം, എ ബി ആവണം അല്ലേ. സി ഡി എന്ന് പറയുന്നത് രണ്ട് പോയിൻറ്റ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്, എ ബി എന്ന് പറയുന്നത് ഈ ലൈനിൻ്റെ ലെങ്ത് ആണ് അല്ലേ. അപ്പോൾ സി ഡി ഈസ് ഈക്വൽ ടു എ ബി എന്ന് പറഞ്ഞാൽ എന്താണ്, ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പോയിൻറ്റ്സ് ഈസ് ഷുഡ് ബി ഈക്വൽ ടു എന്താണ്, എ ബി, അതായത് ലെങ്ത് ഓഫ് ലൈൻ. അതായത് സി ഡി എന്ന് പറയുന്നത് എന്താണ്, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പോയിൻറ്റ്സ്, എ ബി എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് ലൈൻ. ദാറ്റ് ഈസ് ഇഫ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പോയിൻറ്റ്സ് ഈസ് ഈക്വൽ ടു ലെങ്ത് ഓഫ് ദ ലൈൻ, ദെൻ ഇ ജി എച്ച് എഫ് ഈസ് എ റോംബസ്. ഇനി സെക്കൻഡ് കേസ് എന്താണ്, റോംബസിൻ്റെ കേസ് കണ്ടുപിടിച്ചു, പിന്നെ എന്താണ്, റെക്റ്റാങ്കിൾ ആവണം അല്ലേ. ഈ ക്വാഡ്രിലാറ്ററൽ ഇ ജി എച്ച് എഫ് ഒരു റെക്റ്റാങ്കിൾ ആവണമെങ്കിൽ അഡ്ജസൻറ്റ് സൈഡ്സ് പെർപെൻഡിക്കുലർ ആവണം അല്ലേ. അതായത് ഇ ജിയും എച്ച് എഫും എന്തിന് പെർപെൻഡിക്കുലർ ആണോ, ഇ എഫിനും ജി എച്ചിനും പെർപെൻഡിക്കുലർ ആണോ അല്ലേ. സോ ടു ബിക്കം ഇ ജി എച്ച് എഫ് എ റെക്റ്റാങ്കിൾ, ഇ ജി ആൻഡ് എച്ച് എഫ് ഷുഡ് ബി പെർപെൻഡിക്കുലർ ടു ഇ എഫ് ആൻഡ് ജി എച്ച്. പക്ഷേ നമ്മൾ കണ്ടു ഇക്വേഷൻ 3ലും 4ലും നമ്മൾ കണ്ടു എന്താണ്, ഇ ജിയും എച്ച് എഫും എന്തിന് പാരലലാണ്, സി ഡിക്ക് പാരലലാണ് അല്ലേ. അതേപോലെ
ജി എച്ചും ഇ എഫും എന്തിന് പാരലലാണ്? എ ബിക്ക് പാരലലാണ്. അപ്പോൾ ഇ ജിയും എച്ച് എഫും എന്തിന് പാരലലാണ്? സി ഡിക്ക് പാരലലാണ്. അതേപോലെ ജി എച്ചും ഇ എഫും എന്തിന് പാരലലാണ്? എ ബിക്കും പാരലലാണ്. അതുകൊണ്ട് ഇവ രണ്ടും പെർപെൻഡിക്കുലർ ആയാൽ മതി അല്ലേ? സി ഡിയും എ ബിയും പെർപെൻഡിക്കുലർ ആയാൽ എന്തായി? ഇ ജി എച്ച് എഫ് എന്ന ക്വാഡ്രിലാറ്ററൽ ഒരു റെക്റ്റാങ്കിളായി. അല്ലേ? സി ഡി എന്ന് പറയുന്നത് എന്താണ്? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പോയിൻറ്റ്സ് അല്ലേ? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പോയിൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ആ രണ്ട് പോയിൻറ്റ്സും പെർപെൻഡിക്കുലർ ടു എ ബി, എ ബിയുടെ പെർപെൻഡിക്കുലറിലാവണം എന്നാണ് അതിൻ്റെ അർത്ഥം അല്ലേ? അതെ, സിയും ഡിയും രണ്ട് പോയിൻറ്റ്സാണ്. അപ്പോൾ ആ രണ്ട് പോയിൻറ്റ്സ് എവിടെ വരണം? സിയും ഡി എന്ന പോയിൻറ്റ്സ് എ ബിയുടെ പെർപെൻഡിക്കുലർ വരികയാണെങ്കിൽ അതെന്തായി? അതൊരു റെക്റ്റാങ്കിളായി അല്ലേ? തേർഡ് കേസ് എന്താണ്? ഒരു സ്ക്വയർ ആണ് അല്ലേ? സ്ക്വയർ ആവണമെങ്കിൽ എന്താണ് വേണ്ടത്? ഈ ക്വാഡ്രിലാറ്ററൽ ഇ ജി എച്ച് എഫ് ഒരു സ്ക്വയർ ആവണമെങ്കിൽ അതിൻ്റെ എന്താണ്? സ്ക്വയറിൻ്റെ എല്ലാ സൈഡ്സും ഈക്വൽ ആവണം. അതേപോലെ ആംഗിൾസൊക്കെ എന്താണ്? 90 ഡിഗ്രി അല്ലേ? അപ്പോൾ ഈ രണ്ട് റോംബസിൻ്റെ കേസും റെക്റ്റാങ്കിളിൻ്റെ കേസും കൂടി ഒരുമിച്ച് വന്നാലേ എന്താവുള്ളൂ? ഇതൊരു സ്ക്വയർ ആവുള്ളൂ അല്ലേ? കാരണം എന്താണ്? റോംബസിൻ്റെ കേസിൽ എന്തായി? സൈഡ്സൊക്കെ ഈക്വൽ ആവണം. റെക്റ്റാങ്കിളിൻ്റെ കേസിൽ സൈഡ്സൊക്കെ എന്താണ്? അടുത്തടുത്തുള്ള സൈഡ്സൊക്കെ പെർപെൻഡിക്കുലർ ആവണം അല്ലേ? അപ്പോൾ അത് രണ്ടും ഒരുമിച്ച് വന്നാൽ എന്താണ്? സ്ക്വയറായി. കാരണം സ്ക്വയറിൻ്റെ സൈഡ്സ് ഈക്വൽ ആവണം, അതേപോലെ സൈഡ്സ് തമ്മിൽ പെർപെൻഡിക്കുലർ ആവണം. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടു ഇ ജിയും എച്ച് എഫും, ഇ ജിയും ജി എച്ചും എച്ച് എഫും ഇ എഫും ഒക്കെ ഈക്വൽ ആവണമെങ്കിൽ എന്താണ് വേണ്ടത്? സി ഡി ഷുഡ് ബി ഈക്വൽ ടു എ ബി എന്ന് നമ്മൾ കണ്ടു. അതായത് റോംബസിൻ്റെ കേസ് അല്ലേ? അതായത് സി ഡി എന്ന് പറയുന്നത് എന്താണ്? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പോയിൻറ്റ്സ് ആണല്ലേ? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പോയിൻറ്റ്സ് എന്തായിരിക്കണം? എ ബിക്ക്, എ ബി എന്ന ലെങ്ത് ഓഫ് ലൈൻ ആണ് അല്ലേ? അപ്പോൾ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പോയിൻറ്റ്സ് ഷുഡ് ബി ഈക്വൽ ടു ലെങ്ത് ഓഫ് ലൈൻ. പിന്നെ ഇ ജി എച്ച് എഫും ജി എച്ചിനും ഇ എഫിനും പെർപെൻഡിക്കുലർ ആവണമെങ്കിൽ എന്താണ്? ഇ ജിയും എച്ച് എഫും എന്തിനാണ് പാരലൽ? നമ്മൾ കണ്ടു ഇ ജി എച്ച് എഫും സി ഡിക്ക് പാരലാണ്. അതേപോലെ ജി എച്ചും ഇ എഫും എ ബിക്കും പാരലാണ് അല്ലേ? അപ്പോൾ അവ രണ്ടും പെർപെൻഡിക്കുലേഴ്സ് ആയാൽ എന്ത്? ഇവയൊക്കെ തമ്മിൽ പെർപെൻഡിക്കുലേഴ്സ് ആവും. അതായത് സി ഡി എ ബിക്ക് പെർപെൻഡിക്കുലർ ആവണം. സി ഡി ഈസ് ഈക്വൽ ടു എ ബി എന്ന് പറഞ്ഞാൽ എന്താണ്? സി ഡി എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പോയിൻറ്റ്സ് ആണ് അല്ലേ? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പോയിൻറ്റ്സ് ഷുഡ് ബി ഈക്വൽ ടു എ ബി, അതായത് ലെങ്ത് ഓഫ് ലൈൻ. പിന്നെ സി ഡി ഷുഡ് ബി പെർപെൻഡിക്കുലർ ടു എ ബി എന്ന് പറഞ്ഞാൽ സിയും ഡിയും രണ്ട് പോയിൻറ്റ്സ് ആണ് അല്ലേ? ആ രണ്ട് പോയിൻറ്റ്സും എന്തിന് പെർപെൻഡിക്കുലറിലായിരിക്കണം? എ ബിക്ക് പെർപെൻഡിക്കുലർ ആയിരിക്കണം അല്ലേ? സോ ദ പോയിൻറ്റ്സ് സി ആൻഡ് ഡി ഷുഡ് ബി ഓൺ ദ പെർപെൻഡിക്കുലർ ഓഫ് എ ബി. Would we get all these if one point is taken above the line and one below? അതായത് ഈ ലൈനിൻ്റെ മുകളിലൊരു പോയിൻറ്റും രണ്ടാമത്തെ പോയിൻ്റ് താഴെയുമാണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് ഇതേപോലെ സ്ക്വയറും റോംബസും റെക്റ്റാങ്കിളും ഒക്കെ കിട്ടുമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് ഒരു ലൈൻ വെച്ചിട്ട് അതിൻ്റെ മേലെയും താഴെയും രണ്ട് പോയിൻറ്റ്സ് ഇടാം. അതിന് എ ബി സി ഡി എന്ന് നെയിം ചെയ്യാം. ഇനി നമുക്ക് ഈ പോയിൻറ്റ്സ് ഒക്കെ ജോയിൻ ചെയ്യാം. ഇനി എ സിയുടെ മിഡ് പോയിൻറ്റും ബി സിയുടെ മിഡ് പോയിൻറ്റ്സും ജോയിൻ ചെയ്യുമ്പോൾ ഒരു ലൈൻ കിട്ടി. ഇതിന് ഇ എഫ് എന്ന് കൊടുക്കാം. ഇനി ഈ രണ്ട് സൈഡ്സിൻ്റെ മിഡ് പോയിൻറ്റ്സ് ജോയിൻ ചെയ്തിട്ട് അതിന് ജി എച്ച് എന്ന് കൊടുക്കാം അല്ലേ? നമുക്കറിയാം ഇൻ എനി ട്രയാങ്കിൾ ദ
lines joining midpoints of two sides is parallel to third side and equal to half of third side. ഇത് നമുക്ക് ട്രയാങ്കിൾ എ സി ബി ഒന്ന് നോക്കാം. ഈ ട്രയാങ്കിളിൻ്റെ എ സി എന്ന സൈഡിൻ്റെ മിഡ് പോയിൻ്റാണ് ഇ, ബി സി എന്ന സൈഡിൻ്റെ മിഡ് പോയിൻ്റാണ് എഫ്. അപ്പോൾ ഈ രണ്ട് മിഡ് പോയിൻറ്റ്സും ജോയിൻ ചെയ്യുന്ന ലൈനാണ് എന്ത്, ഇ എഫ്. അപ്പോൾ ഇ എഫ് തേർഡ് സൈഡായ എ ബിക്ക് എന്താണ്, പാരലലും ആയിരിക്കും, അതേപോലെ എന്താണ് എ ബിയുടെ ഹാഫുമായിരിക്കും. ഇതിന് നമുക്ക് ഇക്വേഷൻ 1 എന്ന് കൊടുക്കാം. ഇനി നമുക്ക് ട്രയാങ്കിൾ എ ഡി ബി ഒന്ന് നോക്കാം. ഈ ട്രയാങ്കിളിൽ എ ഡി എന്ന സൈഡിൻ്റെ മിഡ് പോയിൻ്റാണ് ജി, അതേപോലെ ബി ഡി എന്ന സൈഡിൻ്റെ മിഡ് പോയിൻ്റാണ് എച്ച്. അപ്പോൾ ഈ രണ്ട് മിഡ് പോയിൻറ്റ്സും ജോയിൻ ചെയ്യുന്ന ലൈനാണ് എന്ത്, ജി എച്ച് അല്ലേ. അപ്പോൾ ഈ ജി എച്ച് തേർഡ് സൈഡായ എ ബിക്ക് പാരലലുമായിരിക്കും, അതേപോലെ എ ബിയുടെ ഹാഫുമായിരിക്കും. ഇതിന് ഇക്വേഷൻ 2 എന്ന് കൊടുക്കാം. ഇനി നമുക്ക് ട്രയാങ്കിൾ എ സി ഡി ഒന്ന് നോക്കാം. ഈ ട്രയാങ്കിളിൽ ഇ എന്ന് പറയുന്ന എ സിയുടെ മിഡ് പോയിൻ്റാണ്, ജി എന്ന് പറയുന്നത് എ ഡിയുടെ മിഡ് പോയിൻ്റാണ്. അപ്പോൾ ഈ രണ്ട് മിഡ് പോയിൻറ്റ്സും ജോയിൻ ചെയ്യുന്ന ലൈനാണ് ഇ ജി. അപ്പോൾ ഇ ജി തേർഡ് സൈഡായ സി ഡിക്ക് പാരലലുമായിരിക്കും, അതേപോലെ സി ഡിയുടെ ഹാഫുമായിരിക്കും. ഇതിന് നമുക്ക് ഇക്വേഷൻ 3 എന്ന് കൊടുക്കാം. ഇനി നമുക്ക് ട്രയാങ്കിൾ ബി സി ഡി ഒന്ന് നോക്കാം. എഫ് എന്ന് പറയുന്നത് ബി സി എന്ന സൈഡിൻ്റെ മിഡ് പോയിൻ്റാണ്, എച്ച് എന്ന് പറയുന്നത് ബി ഡി എന്ന സൈഡിൻ്റെ മിഡ് പോയിൻ്റാണ്. അപ്പോൾ ഈ രണ്ട് മിഡ് പോയിൻറ്റ്സും ജോയിൻ ചെയ്യുന്ന ലൈനാണ് എച്ച് എഫ്. സോ എച്ച് എഫ് മൂന്നാമത്തെ സൈഡായ സി ഡിക്ക് പാരലലുമായിരിക്കും, അതേപോലെ സി ഡിയുടെ ഹാഫുമായിരിക്കും. ഇതിന് നമുക്ക് 4 എന്ന് കൊടുക്കാം അല്ലേ. അപ്പോൾ നമ്മൾ ഇക്വേഷൻ 1 കണ്ട് എന്താണ്, ഇ എഫ് ഈസ് പാരലൽ ടു എ ബി. ഇക്വേഷൻ 2 കണ്ടു ജി എച്ച് ഈസ് പാരലൽ ടു എ ബി. അതായത് ഇ എഫും എ ബിക്ക് പാരലലാണ്, ജി എച്ചും എ ബിക്ക് പാരലാണ്. അതിനർത്ഥം എന്താണ്, ഇ എഫും ജി എച്ചും പാരലലാണ്. അതേപോലെ ഇക്വേഷൻ 3 പറയുന്നു ഇ ജി സി ഡിക്ക് പാരലലാണ്, ഇക്വേഷൻ 4 പറയുന്നു എച്ച് എഫ് സി ഡിക്ക് പാരലലാണ്. അതുകൊണ്ട് രണ്ടും എന്താണ്, സി ഡിക്ക് പാരലലാണ്. അതുകൊണ്ട് ഇ ജിയും എച്ച് എഫും എന്താണ്, പാരലലാണ്. ഇ എഫും ജി എച്ചും പാരലലാണ്, ഇ ജിയും എച്ച് എഫും പാരലലാണ്. അതുകൊണ്ട് കോഡിലാറ്ററൽ ഇ ജി എച്ച് എഫ് എന്താണ്, ഒരു പാരലലോഗ്രാമാണ്. കാരണം അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സ് എന്താണ്, പാരലലാണ്. നമുക്ക് ഇതൊരു റോംബസ് ആവുമോ എന്ന് നോക്കാം. റോംബസ് ആവണമെങ്കിൽ എന്താണ്, അതിൻ്റെ സൈഡ്സൊക്കെ എന്താണ്, ഈക്വൽ ആവണം അല്ലേ. അതായത് ടു മേക്ക് ഇ ജി എച്ച് എഫ് എ റോംബസ് ഇറ്റ് സൈഡ്സ് ഷുഡ് ബി ഈക്വൽ. സൈഡ്സ് ഏതൊക്കെയാണ്, ഇ ജിയും ജി എച്ചും എച്ച് എഫും ഇ എഫും ആണല്ലേ. അപ്പോൾ അവയ്ക്ക് ഈക്വൽ ആവണം. അല്ലേ. പക്ഷേ ഇ ജി എന്ന് പറയുന്നത് എന്താണ്, ഹാഫ് ഓഫ് സി ഡി ആണ്. ജി എച്ച് എന്ന് പറയുന്നത് എന്താണ്, ഹാഫ് ഓഫ് എ ബി ആണ് അല്ലേ. അതൊക്കെ നമ്മൾ നേരത്തെ കണ്ടു. എച്ച് എഫ് എന്ന് പറയുന്നത് ഹാഫ് ഇൻറ്റു സി ഡി ആണ്. അതേപോലെ ഇ എഫ് എന്ന് പറയുന്നത് ഹാഫ് ഇൻറ്റു എ ബി. എല്ലാം ഹാഫ് ഇൻറ്റു എ ബി, ഹാഫ് ഇൻറ്റു സി ഡി ഒക്കെയാണ് അല്ലേ. അപ്പോൾ ഈ ഹാഫ് എല്ലാത്തിലും കോമൺ ആണ്. പക്ഷേ എന്താണ്, എ ബിയും സി ഡിയും കൂടി ഈക്വൽ ആയാൽ ഇ എഫും ജി എച്ചും ഇ ജിയും എച്ച് എഫും ഒക്കെ ഈക്വൽ ആയി അല്ലേ. ദാറ്റ് ഈസ് ടു മേക്ക് ഇ ജി എച്ച് എഫ് എ റോംബസ് സി ഡി ഷുഡ് ബി ഈക്വൽ ടു എ ബി. പക്ഷേ സി ഡി എന്ന് പറയുന്നത് എന്താണ്, രണ്ട് പോയിൻറ്റ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണല്ലേ. എ ബി എന്ന് പറയുന്നത് ഈ ലൈനുമാണ്. ലൈൻസിൻ്റെ മേലെയുള്ള പോയിൻ്റാണ് സി, ലൈനിൻ്റെ താഴെയുള്ള പോയിൻ്റാണ് ഡി. അപ്പോൾ ഈ പോയിൻറ്റ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്താണ്, എ ബിക്ക് ഈക്വൽ ആണെങ്കിൽ എന്തായി, ഈ കോഡിലാറ്ററൽ എന്തായി, ഒരു റോംബസായി. ഇനി സെക്കൻഡ് കേസ് നോക്കാം. റെക്റ്റാങ്കിൾ ആവുമോ എന്ന് നോക്കാം. റെക്റ്റാങ്കിൾ ആവണമെങ്കിൽ എന്താണ്, ഈ സൈഡ്സൊക്കെ തമ്മിൽ പെർപെൻഡിക്കുലർ ആണ് അല്ലേ. അതായത് ഇ ജിയും എച്ച് എഫും എന്തിന് പെർപെൻഡിക്കുലർ ആണ്, ജി എച്ചിനും ഇ എഫിനും പെർപെൻഡിക്കുലർ ആയാൽ എന്തായി, ഒരു റെക്റ്റാങ്കിൾ ആയി അല്ലേ.
to make EGHF a rectangle, EG and HF should be perpendicular to GH and EF. പക്ഷേ EGHF എന്തിന് പാരലലാണ്? CD-ക്ക് പാരലലാണ്. GH-ഉം EF എന്തിന് പാരലലാണ്? AB-ക്കും പാരലലാണ്. അപ്പോൾ ഇവ തമ്മിൽ എന്താ പെർപെൻഡിക്കുലർ ആയാൽ എന്തായി? EGHF ഒരു റെക്റ്റാങ്കിളായി. അല്ലേ? അതായത് CD എന്ന് പറയുന്നത് 2 പോയിൻറ്റ്സാണ്, സിയും ഡിയും. അപ്പോൾ ഈ 2 പോയിൻറ്റ്സ് എന്തിലാവണം? AB-യുടെ പെർപെൻഡിക്കുലറിലായിരിക്കണം. എന്നാലാണ് എന്താവുക? EGHF ഒരു റെക്റ്റാങ്കിൾ ആവുക. അല്ലേ? ഇനി തേർഡ് കേസ് എന്താണ്? സ്ക്വയർ ആവണം അല്ലേ? സ്ക്വയർ ആവണമെങ്കിലോ? സ്ക്വയർ ആണെങ്കിൽ എന്താണ്? ഈ സൈഡ്സൊക്കെ ഈക്വലും ആവണം. സൈഡ്സ് ഈക്വൽ ആണെങ്കിൽ റോംബസിൻ്റെ കേസും ഒക്കെ ആണ്. റോംബസിൻ്റെ കേസ് ഒക്കെ ആണെങ്കിൽ എന്താണ്? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പോയിൻറ്റ്സ് ഷുഡ് ബി ഈക്വൽ ടു ലെങ്ത് ഓഫ് ലൈൻ AB എന്ന് നമ്മൾ കണ്ടല്ലേ. ഇത് ബാധകമാണെങ്കിൽ എന്താണ്? ഇത് റോംബസ് ആവും. സൈഡ്സൊക്കെ ഈക്വൽ ആണ്. പിന്നെ എന്താണ്? പെർപെൻഡിക്കുലേഴ്സ് ആവണം അല്ലേ? സൈഡ്സ് തമ്മിൽ പെർപെൻഡിക്കുലർ ആണെങ്കിൽ ഏത് കേസും ഒക്കെയാണ്? എന്താണ്? പോയിൻറ്റ് C and D ഷുഡ് ബി ഓൺ ദ പെർപെൻഡിക്കുലർ ഓഫ് ലൈൻ AB അല്ലേ? അപ്പോൾ ഇത് രണ്ടും ഓക്കെ ആണെങ്കിൽ ഒരു സ്ക്വയർ ആവുക. സ്ക്വയറിൻ്റെ സൈഡ്സ് ഈക്വൽ ആവണം, അതേപോലെ സൈഡ്സ് തമ്മിൽ എന്താ പെർപെൻഡിക്കുലർ ആണെങ്കിൽ സ്ക്വയർ ആവുള്ളൂ അല്ലേ? അപ്പോൾ ഈ 2 കേസും ഓക്കെ ആണെങ്കിൽ അതെന്താണ്? സ്ക്വയർ ആവുള്ളൂ.